മലപ്പുറത്ത് പെരിന്തൽമണ്ണ മണ്ണാർമലയിലെ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. നാട്ടുകാരുടെ പ്രതികരണം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. മണ്ണാർമല ഭാഗത്ത് യാത്രക്കാരെ പുലിയെ കണ്ടതായിട്ട് സ്ഥിരമായിട്ട് നാട്ടിൽ വന്ന് വിവരം അറിയിക്കാറുണ്ടായിരുന്നു. മുൻപ് തന്നെ ഇതേപോലെ ഒരു വീട്ടിലത്തെ CCTV ക്യാമറയിൽ കുറച്ച് ദൂരത്ത് നിന്ന് തന്നെ അത്തരത്തിലുള്ള പുലിയെന്ന് തോന്നിക്കുന്ന രീതിയിൽ മുൻപൊരു ഇത് കണ്ടിരുന്നു. ഇന്നും പുലിയെ കണ്ടിട്ടുണ്ട്. ഭീകരതയെ കുറിച്ചിട്ട് ഫോറസ്റ്റ് അധികൃതരെ അറിയിക്കലും അവരിവിടെ വന്ന് സ്ഥലം പരിശോധിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കൃത്യമായിട്ട് അത് പുലിയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാത്തൊരു വിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ നാട്ടുകാരുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലിലാണ് പിന്നെ അത് പുലിയാണ് എന്നുള്ളതിനെ 100% ഉറപ്പിക്കുന്ന രീതിയിലേക്ക് അതിലെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ഥിരം പാസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. മാത്രമല്ല മണ്ണാർമല ഒരുപാട് വീടുകൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലത്തിന് തൊട്ട് മീതെയായിട്ടാണ് ഈ ഒരു സ്ഥിരമായിട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പിടിക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് വിശദമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി കരിമ്പ, ജനവാസ മേഖലയാണല്ലേ ഈ മണ്ണാർമല പെരിന്തൽമണ്ണയ്ക്കടുത്ത്. ആശങ്കയുണ്ടോ ജനങ്ങൾക്ക്? ഗുഡ് മോർണിംഗ് അരുൺ, ഗുഡ് മോർണിംഗ്. വലിയ ആശങ്കയിൽ തന്നെയാണ് ആളുകൾ എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഈ ഭാഗങ്ങളിൽ പലയിടങ്ങളിലായിട്ട് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ സ്ഥലം എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ മേലാറ്റൂർ ബൈപ്പാസ് റോഡാണ്. മണ്ണാർമല മാടി എന്ന് പറയുന്ന പ്രദേശം. അവിടുത്തെ റോഡ് മുറിച്ചുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച ഒരു CCTV ദൃശ്യങ്ങളിലാണ് ഇപ്പോൾ ഈ പുലി പതിഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ഇവിടുത്തെ പല നാട്ടുകാരും ഇത്തരത്തിലുള്ള വഴിയാത്രക്കാരും ഒക്കെ തന്നെ പുലിയെ കാണുകയും ഭയപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ആ ഘട്ടങ്ങളിലൊന്നും പുലിയാണെന്നുള്ള കാര്യം ഔദ്യോഗികമായി വനം വകുപ്പ് സ്ഥിരീകരിച്ചില്ല. പക്ഷേ ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ, അവിടുത്തെ പഞ്ചായത്ത് ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ അവർ തന്നെ ഒരു CCTV സ്ഥാപിക്കുകയും ആ CCTVയിലാണ് ഇന്നലെ രാത്രി 10:25 ഈ പുലി കുടുങ്ങുകയും ചെയ്തിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. വലിയ ഒരു ഭീതിയിലേക്ക്, ആശങ്കയിലേക്ക് ആളുകൾ ഇത് തള്ളിവിടുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന് തൊട്ടടുത്ത പ്രദേശം എന്ന് പറയുന്നത് വലിയ തോതിൽ ആൾപ്പാർപ്പുള്ള ജനവാസ മേഖലയാണ്. കഴിഞ്ഞ ദിവസം പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഈ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഈ മേഖല ആകെ തന്നെ ആശങ്കയിലേക്ക് തള്ളിവിടുന്ന ഒരു രീതിയിലേക്ക് ഈ ദൃശ്യങ്ങൾ കൂടി ലഭിച്ചതോടെ എത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ച് ആളുകൾ ഇപ്പോൾ തന്നെ വലിയ തോതിൽ വനം വകുപ്പിനോട് ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുലിയെ കൂടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഓക്കെ, താങ്ക് യു അഷ്കർ. എന്തായാലും പെരിന്തൽമണ്ണയിൽ മണ്ണാർമലയിൽ ഒരു പുലി ഇറങ്ങിയതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അത് പുലി തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പുറത്തിറങ്ങുമ്പോൾ പൂച്ചയാണ് കാണുന്നതെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് പുറത്തിറങ്ങുമ്പോൾ പുലിയെ കാണുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. പ്രത്യേകിച്ചും മലയോര ഗ്രാമങ്ങളിലും ജനവാസ മേഖലകളിലും അടക്കം പുലി ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. PV അൻവർ പറഞ്ഞത് കേരളം തുറന്നിട്ട ഒരു മൃഗശാലയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ ശരിയാണ് അല്ലേ? എവിടെ പോയാലും ഇപ്പോൾ ആനയും പുലിയും കടുവയും കാട്ടുപോത്തിനെയൊക്കെ കാണാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. ഒന്നുകിൽ നമ്മൾ ഇവരുമായിട്ട് സഹവസിക്കാൻ പഠിക്കുക, അതല്ലെങ്കിൽ ഈ വന്യജീവികൾ നമ്മളെ ആക്രമിക്കാതിരിക്കുക. രണ്ടാമത്തതിന് സാധ്യതയില്ല, ആദ്യത്തതിന് സാധ്യതയില്ല. പിന്നെയുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഈ 72 നിയമ ഭേദഗതിയിലൂടെ നമുക്ക് ഈ മൃഗങ്ങളെ നേരിടാൻ ആവശ്യമായിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും നൽകുക എന്നുള്ളതാണ്.